ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ഡിവൈൻ ഫെമിനൻസിൻ്റെയും ഡിവൈൻ മാസ്കുലിങ്ങിൻ്റെയും ആ ഒരു എനർജി നോക്കാനാണ്. ഈ ഒരു കറണ്ട് എനർജി ഫുൾ മൂണിന് ശേഷമുള്ള ആദ്യം നമുക്ക് ഡിവൈൻ ഫെമിനൻസിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഒരു ഡിവൈൻ ഫെമിനൻസിന് കൂടുതൽ ആൾക്കാർക്കും കാർമിക്കിൽ നിന്ന് ഒരു വലിയ ഒരു ട്രിഗർ ലഭിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കാർമിക് നിങ്ങളെ ചതിച്ചു, നിങ്ങൾക്ക് ട്രിഗർ തന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചില മെയിൽ ബോഡിയിലായിരിക്കാം, ഫീമെയിൽ ബോഡിയിലായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് കാർമിക് ട്രിഗർ ലഭിച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ ഏതോ ഒരു കാർമിക് സിറ്റുവേഷൻ റിലീസ് ചെയ്തു റീസെൻറ്റ് പാസ്റ്റിൽ. നിങ്ങളിൽ പല ആൾക്കാർക്കും ഇതുകൂടാതെ നിങ്ങൾ പലപ്പോഴും ലോവർ വൈബ്രേഷനിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്നു നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ DM ആണോ അതോ അല്ലയോ എന്ന്. നിങ്ങൾക്കൊരു പേടിയുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് കളയുമോ എന്ന്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ, നിങ്ങളെ ചതിക്കുമോ എന്നൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ലോവർ വൈബ്രേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ DFൻ്റെ ആ ഒരു എനർജി നോക്കുകയാണ് എങ്കിൽ നിങ്ങളിപ്പോൾ വളരെയധികം വിഷമത്തിലാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല, ഫൈനാൻഷ്യലി നിങ്ങൾ ഒട്ടും തന്നെ അബണ്ടൻ്റ് അല്ല. അത് കാരണം കരിയർ ആലോചിച്ചോ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആലോചിച്ചോ വിഷമിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അത് ആലോചിച്ച് വിഷമിക്കുന്നു. എന്തായാലും നിങ്ങളിവിടെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷെ ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന അവർ മുന്നത്തെയും കാട്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതായത് അവരുടെ സോൾ പർപ്പസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ അവർ ഇപ്പോഴും ലോവർ വൈബ്രേഷനിലാണ് ഉള്ളത്. അവരുടെ സോൾ പർപ്പസ് എന്താണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ലോവർ വൈബ്രേഷനിലാണ്, സ്റ്റേബിളും ആയിട്ടില്ല ഫൈനാൻഷ്യലി. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എനർജി വളരെ ഡിസോർട്ടഡ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ DMൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ആ ഒരു DM വളരെയധികം ബാലൻസിലാണ് ഉള്ളത്. ചില ആൾക്കാരുടെ DM മാത്രം നിങ്ങളെപ്പോലെ വളരെ വിഷമത്തിലാണ് ഉള്ളത്, ഡിസോർട്ടഡ് ആയിട്ടുള്ള എനർജി. ഇവിടെ ഇവർ ഡിസോർട്ടഡ് ആയിട്ടുള്ള എനർജിയിലാണെങ്കിൽ പോലും ഇവരുടെ ആ ഒരു എനർജിയെ ആരുടെ മുമ്പിലും തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നില്ല, റിസർവ് ആയിട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും DM വളരെ മെച്യൂരിറ്റിയിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ. അങ്ങനെയുള്ള ആൾക്കാരുടെ DM വന്നിട്ട് വളരെയധികം സൈലൻസ് സോണിലായിരിക്കും ഉണ്ടാവുക. മുന്നത്തെ പോലെ ഇമ്മെച്യൂറായിട്ടുള്ള ആ ഒരു പെരുമാറ്റമായിരിക്കത്തില്ല ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതായത് അവർ നിങ്ങളുടെ വാക്കുകളെല്ലാം കേൾക്കുന്നുണ്ട്, അതനുസരിച്ചുള്ള റിപ്ലൈ തരുന്നുണ്ട്. മറ്റേത് അങ്ങനെയല്ല, അവർ ഇമ്മെച്യൂറായിട്ടായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കത്തുമില്ല, അതിന് റിപ്ലൈയും തരത്തില്ല. അങ്ങനെ ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും DMൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ ചെറിയ കാര്യത്തിന് വഴക്കിടുക, ബ്ലോക്ക് ചെയ്യുക, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാക്കുക നിങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു എനർജി ഇപ്പോൾ ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ മെച്യൂറായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഇവിടെ ചില DM ഇപ്പോഴും ഡിസോർട്ടഡ് ആയിട്ടുള്ള എനർജിയിലാണുള്ളത്. അതായത് അവർക്ക് മനസ്സ് തോന്നുമ്പോൾ നിങ്ങളോട് സംസാരിക്കുക, അവർക്ക് മനസ്സില്ലാതാവുമ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആക്കിയിട്ട് പോകും. ഓൺ ഓഫ് സിറ്റുവേഷൻ അങ്ങനെ ഉള്ള DM ഇവിടെ ഉണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണുള്ളത്. കൂടുതൽ ആൾക്കാരുടെയും DM വളരെ ബാലൻസിലാണുള്ളത്. ഇവിടെ ചില DMന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർ പെട്ടെന്ന് ഐസൊലേറ്റഡ് ആകുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ അവേക്കനിങ് പ്രോസസ്സ് അപ്പോൾ തുടങ്ങുകയാണ്. അങ്ങനെ അവേക്കനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരികയുള്ളൂ. അതൊരു പ്രോസസ്സാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഡിസോർട്ടഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നാണ് മാസ്കുലിൻ എനർജിയിലേക്ക് വരുന്നത്, അതായത് ഡിവൈൻ മാസ്കുലിൻ എനർജിയിലേക്ക് വരുന്നത്. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ എനർജിയിൽ വരണമെങ്കിൽ ഇവർക്ക് ഒരു പ്രോസസ്സ്, അവേക്കനിങ് പ്രോസസ്സിൽ കൂടെ കടന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഇപ്പോൾ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് സ്വപ്നത്തിലൂടെയോ അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടെയും ഇവരുടേതും എന്ന് ഉള്ള
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ DM എനർജിയിൽ വരുമ്പോഴാണ് ഇവർ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വയ്ക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സ് വായിക്കുക, സ്പിരിച്വൽ പ്ലേസിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. ഇല്ല എങ്കിൽ ആരെയെങ്കിലും സഹായിക്കുക. ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെറിയ കാര്യമെങ്കിലും ആരെയെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ അവർ സഹായിക്കും. അപ്പോൾ ആ ഒരു ഡിവൈൻ മാസ്കുലിൻ എനർജിയിൽ വരുമ്പോഴാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇവർക്ക് എന്ത് കാര്യത്തിലാണോ ഇതിന് മുന്നേ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ആ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നതായിട്ട്. അതായത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല, അമ്പലത്തിൽ പോകത്തില്ല, സ്പിരിച്വലായിട്ടുള്ള ബുക്സ് വായിക്കത്തില്ല, ആരെങ്കിലും ജ്യോതിഷപരമായിട്ട് ഒന്നും കേൾക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആൾ സഡനായിട്ടായിരിക്കും ഇങ്ങനൊരു മാറ്റം അവർക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു ഫുൾ മൂണിന് ശേഷമാണ് ഈ ഒരു എനർജിയിൽ ചേഞ്ച് വന്നേക്കുന്നത്. ഇവിടെ കൂടുതൽ DMൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് DMൻ്റെ ആ ഒരു എനർജി. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ വരാൻ പോകുന്ന 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ DM പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പൂർണ്ണമായിട്ട് ഒന്നും പറയത്തില്ല. തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവർ മറച്ചു വയ്ക്കുന്നത്. അതായത് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള സമയം ആയിട്ടില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കൂടാതെ നിങ്ങളും നിങ്ങളുടെ DMുമായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ വരാൻ പോകുന്ന 6 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ 16 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ ഇവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ DMൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഇലൂഷൻസ്, അതായത് ഓവർ തിങ്കിങ്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതൊക്കെ വരികയാണ് എങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരണം നിങ്ങൾ എന്നാണ്. മാസങ്ങളായിട്ട് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഈ ഒരു സെപ്പറേഷൻ എപ്പോൾ എൻഡാകും, എപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും ആക്ഷനുമായിട്ട് എന്നുള്ള കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയാണ്. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നോക്കുന്നില്ല, ഭയങ്കരമായിട്ട് ലോവർ എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം, അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് കാണുമ്പോൾ, അല്ല എങ്കിൽ പുറത്ത് നടക്കുമ്പോൾ, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കൂടുതലായിട്ടും മദർ നേച്ചറുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക, അത് തന്നെ ഇനഫാണ്. അതായത് ഗാർഡനിങ് ചെയ്യുക, പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക, നമ്മുടെ വൃക്ഷങ്ങളോടും ചെടികളോടും ഒക്കെ സംസാരിക്കുക, പെറ്റുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അതെല്ലാം നല്ലതാണ്. ഇവിടെ നിങ്ങൾ എത്രത്തോളം അസെൻഡ് ആവുമോ അത്രത്തോളം നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഓരോ ചേഞ്ചസ് വരും. അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന നമ്പർ ആയിരിക്കത്തില്ല പിന്നെ കാണുന്നത്, ആ നമ്പറിൽ ഒരു വ്യത്യാസം വരും. പിന്നെ സൈൻ, നിങ്ങൾ ഇപ്പോൾ കാണുന്ന സൈൻ ആയിരിക്കത്തില്ല പിന്നെ കാണുന്ന സൈൻ, അങ്ങനെ ഓരോന്നിലും മാറ്റം വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ 12 പോർട്ടൽ കഴിഞ്ഞ് ഇനി 11 പോർട്ടലാണ്. അപ്പോൾ അതനുസരിച്ചുള്ള നമ്പേഴ്സും സൈനും ആയിരിക്കും നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.